ഗോകുലം സ്ഥാപനങ്ങളിൽ ഇന്നലെ ഇ.ഡി. റെയ്ഡ് നടത്തി. ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യാനും കൊണ്ടുപോയിരുന്നു. ഇത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് അല്ല ഈ ഒരു ഇ.ഡി. റെയ്ഡ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം എമ്പുരാൻ സിനിമയുമായി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? ഇപ്പോൾ ഈ ഇ.ഡി. ഇന്നലെ പറഞ്ഞതുപോലെ ഗോകുലം ഗ്രൂപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങൾ ചെന്നൈ, കോഴിക്കോട്, കൊച്ചി തുടങ്ങിയ നഗരങ്ങളിലെ സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടന്നത്. അത് ചെന്നൈയിലെ റെയ്ഡ് രാത്രി വൈകിയും തുടരുകയാണ്. അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യാനായിട്ട് ഇന്നലെ കോഴിക്കോടുണ്ടായിരുന്ന ഇതിൻ്റെ ചെയർമാൻ ഗോകുലം ഗോപാലിനെ അവർ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. രാത്രി 8:30 അദ്ദേഹം ചെന്നൈയിലെ ഇ.ഡി. ഓഫീസിലെത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട അല്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതിൻ്റെ പ്രധാനമായിട്ടും 2017 ആരംഭിച്ച ഒരു വിശദമായ ഒരു അന്വേഷണം 2017 ഇ.ഡി. ആരംഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് ഈ ഗോകുലം ഗ്രൂപ്പിന് 1107 കോടി രൂപ വിദേശത്തു നിന്നും നിക്ഷേപമായും മറ്റും ലഭിച്ചിരുന്നു എന്നാണ് ഇ.ഡി. പറയുന്നത്. അതിനെ സംബന്ധിച്ച അതിൻ്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. അത് 2019 ശരിക്കും ആ അന്വേഷണം ആരംഭിച്ചത്. 2017 മുതൽ ഉള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഈ 2019 ഇവർ ഈ വിദേശ നാണയ വിനിമയ ചട്ടം, അതുപോലെ തന്നെ കള്ളപ്പണം, അത് ഫെമ, അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ, അതിനെ സംബന്ധിക്കുന്ന ആ നിരോധന നിയമം, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, അത് PMLA, ഇത് ലംഘിക്കപ്പെട്ടോ എന്നാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് കേരളത്തിലല്ല അതിൻ്റെ അന്വേഷണ ചുമതല, ചെന്നൈ യൂണിറ്റിനാണ് അതിൻ്റെ അന്വേഷണ ചുമതല. അപ്പോൾ വളരെ ഗൗരവത്തിൽ ഇ.ഡി. അന്വേഷിക്കുന്നൊരു കേസാണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ആദായ നികുതി വകുപ്പ് നൽകിയ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ആരംഭിച്ചത്. ഇത് ഇത്രയുമാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇപ്പോൾ ഇന്നലെ നടന്ന ഇതിനെ സംബന്ധിച്ച് ഈ റെയ്ഡ്, ഇന്നലെ കോഴിക്കോടും കൊച്ചിയിലും നടന്ന റെയ്ഡ് ഒരുപാട് സമയം നീണ്ടു നിന്നില്ല. ഇന്നലെ വൈകിട്ടോടുകൂടി അത് അവസാനിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ചെന്നൈയിലെ കോടമ്പാക്കത്തെ അവരുടെ കോർപ്പറേറ്റ് ഓഫീസിൽ രാത്രി വൈകിയും റെയ്ഡ് തുടരുകയാണ്. വിശദമായിട്ട് രേഖകൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. അതുപോലെ അദ്ദേഹത്തെ, ഇതിൻ്റെ ചെയർമാനെ, കോഴിക്കോടുണ്ടായിരുന്ന അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എയർപോർട്ടിൽ ഇ.ഡി. ഉദ്യോഗസ്ഥന്മാരോടൊപ്പമാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് പോയത്. ചെന്നൈയിൽ അദ്ദേഹത്തെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. രാത്രി വൈകിയും ആ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും അതിനെ സംബന്ധിച്ച് മറ്റു കൂടുതൽ ചോദ്യം ചെയ്യൽ അവസാനിച്ചോ, എന്തെങ്കിലും രേഖകൾ ലഭ്യമായോ, ഇതിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും കൃത്യമായ കണക്കുകളോ കാര്യങ്ങളോ ലഭിച്ചോ, ഇതിനെക്കുറിച്ചൊന്നും ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈ മറ്റൊരു വിവരം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഈ കളക്ഷൻ, ആ സിനിമ കളക്ട് ചെയ്ത തുകയെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യധാര ചാനലുകൾ അടക്കം അത് വലിയ തോതിൽ കളക്ട് ചെയ്തു എന്ന വാർത്തയാണ് പങ്കുവച്ചത്. ഒരു വളരെ എന്താ പറയണ്ടേ, ലോ ബജറ്റിലെടുത്തൊരു സിനിമ വലിയ വിജയം നേടി എന്നൊക്കെ പറഞ്ഞായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ ഇൻകം ടാക്സ് അതിനെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. അതിൽ അഭിനയിച്ച നടന്മാർ, അതിൻ്റെ നിർമ്മാതാക്കൾ, അതിൻ്റെ വിതരണക്കാർ ഒക്കെ, അതുപോലെ തന്നെ ഈ തിയേറ്റർ ഉടമകൾ ഇതിനകത്ത് വലിയ കളികൾ കളിക്കുന്നുണ്ട് എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചില തെളിവുകളും ഇ.ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് തിയേറ്റർ ഹൗസ്ഫുള്ള് കാണിക്കും, ബുക്കിംഗ് പൂർണ്ണമാവും, എല്ലാ സീറ്റുകളും ഫില്ലായി, ഇനി വേക്കൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷേ സിനിമ ഓടിക്കുന്നത് ശൂന്യമായ, കാണികളില്ലാത്ത, അല്ലെങ്കിൽ നാമമാത്രമായ കാണികൾ മാത്രമുള്ള ഒരു അവസ്ഥയിലായിരിക്കും, സാഹചര്യത്തിലായിരിക്കും സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം, ഫോട്ടോ അടക്കമുള്ള തെളിവുകളാണ് ചിലർ ഇ.ഡിക്ക് കൈമാറിയിരിക്കുന്നത്. അത് ഇതിൻ്റെ ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾ തന്നെ പരസ്പരം കലഹിക്കുകയും അവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്നാണ് ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ ഇൻകം ടാക്സിനും ഇ.ഡിക്കും ലഭിച്ചത്. ഒപ്പം തന്നെ ഈ തിയേറ്ററിനകത്തുള്ള ദൃശ്യങ്ങൾ ആരോ ചോർത്തി വളരെ കൃത്യമായിട്ട് ഇ.ഡിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പുറത്തു വരുന്ന വാർത്തകളൊക്കെ അങ്ങനെയാണ്. അത്തരത്തിൽ
ഈ ശൂന്യമായ ഒരു കാണികളില്ലാത്ത ഒരു സാഹചര്യത്തിൽ ചിത്രം പ്രദർശിപ്പിക്കുകയും എന്നാൽ വലിയ തോതിൽ കളക്ഷൻ നേടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. ഇത് കള്ളപ്പണം വെളുപ്പിക്കാനാണോ, ഏതെങ്കിലും തരത്തിൽ ഈ കള്ളക്കണക്കുണ്ടാക്കി തിരിമറികൾ നടത്തി കൂടുതൽ വരുമാനമുണ്ടെന്ന് കാണിച്ച് ഈ പറയുന്നത് പോലെ ബ്ലാക്ക് മണി അത് വൈറ്റാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണോ തുടങ്ങിയ വിഷയങ്ങളാണ് ED അത് സംബന്ധിച്ച് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തുവിടുന്നില്ല. എന്തായാലും അതിൻ്റെ അന്വേഷണം വലിയ രീതിയിൽ പുരോഗമിച്ചപ്പോൾ ഈ 50 കോടിയൊന്നും കളക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് വളരെ ചെറിയൊരു തുകയിലേക്ക് അതിൻ്റെ നിർമ്മാതാക്കൾ അതിൻ്റെ യഥാർത്ഥ കളക്ഷൻ കുറച്ചു കൊണ്ടുവന്നു, അതിൻ്റെ രേഖകൾ സമർപ്പിച്ചു എന്നൊക്കെയാണ് ED ഇതിനെ സംബന്ധിച്ച് പുറത്തുവിട്ട വിവരം. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, മഞ്ഞുമൽ ബോയ്സിനെ സംബന്ധിച്ച് വലിയ അസ്വാഭാവികതകളുണ്ട് അതിൻ്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ നിർമ്മാതാവിനെയും അഭിനയിച്ച പ്രധാന നടനെയും ഒക്കെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചിരുന്നു. അവർ ചോദ്യം ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം. അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരാനാണ് ഈ ഗോകുലം ഗ്രൂപ്പിലെ ചെയർമാനെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ വിദേശ നാണയ വിനിമയ ചട്ടം, അതുപോലെ തന്നെ PMLA, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വലിയ വലിയ സ്ഥാപനങ്ങളിൽ ED നിരന്തരം പരിശോധന നടത്തുന്നുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. നമുക്കറിയാം, അത് ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയൊക്കെ വലിയ വ്യവസായികളുടെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ട് ഇതൊക്കെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലല്ല, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ അക്കൗണ്ട് വളരെ സുതാര്യമായിട്ടായിരിക്കും പോകുന്നത്. അവിടെ ഇത്തരം കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. തൊട്ട് താഴെയുള്ള എന്നാൽ വലിയ രീതിയിൽ സാമ്പത്തികമായി ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം പരിശോധനകൾ ED നിരന്തരമായി നടത്തി വരുന്നുണ്ട്. കേവലം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെതിരെ മാത്രമല്ല, നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ ഇത്തരം അന്വേഷണം നടക്കുന്നുണ്ട്. ഇത്തരം അന്വേഷണം നടക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, അത് ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ED വലിയ വില കൽപ്പിക്കുന്നില്ല. നേരത്തെ ഉള്ളൊരു കേസാണ്, നേരത്തെ ഫയൽ ചെയ്തതിനാൽ നേരത്തെ ED ഇത്തരത്തിൽ 2019 മുതൽ അന്വേഷിച്ചു വരുന്ന ഒരു കാര്യമാണ്. എനിക്ക് മറ്റൊരു ചോദ്യം ഉള്ളത്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ എമ്പുരാൻ സിനിമ ഇറങ്ങിയത് കഴിഞ്ഞ മാർച്ച് 27-നാണ്, കറക്റ്റ് ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല. അപ്പൊ 200 കോടി ക്ലബിൽ കയറി എന്ന് പറയുമ്പോൾ അവിടെയും സംശയം വരാൻ സാധ്യതയുണ്ട്. കാരണം 750 തിയേറ്ററിൽ 25 ദിവസം പോലും ഓടിയാൽ ഈ പറഞ്ഞതുപോലെ എമ്പുരാൻ സിനിമാ പ്രവർത്തകർക്കോ തിയേറ്റർ ഉടമകൾക്കോ ഈ പറയുന്ന 100 കോടി പോലും കിട്ടില്ല. അപ്പൊ ഇവർ 200 കോടി എന്ന് പറഞ്ഞ് പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ പോസ്റ്റ് ഇടുമ്പോൾ അത് ഇവരെയും ബാധിക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. അത് മോഹൻലാൽ പോസ്റ്റ് ഇട്ടോ എന്ന് എനിക്കറിയില്ല, പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടോ, പൃഥ്വിയുടെ പോസ്റ്റ് മോഹൻലാൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നത് ഏതാണ്ട് 90 കോടി രൂപ വിദേശത്ത് നിന്ന് കളക്ട് ചെയ്ത് വന്നു എന്നാണ്. അതായത് ഓവർസീസ് ആണ്, പ്രവാസികൾ കണ്ട സിനിമ അവർ തിയേറ്ററുകളിലും മറ്റും പോയി കണ്ടിട്ട് അവിടെയൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള കളക്ഷനാണ് അതിൽ 90 കോടി രൂപ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ഈ 200 കോടിയുടെ കണക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ആരംഭിച്ചിട്ട് 2 ആഴ്ചയല്ലേ ആവുന്നുള്ളൂ, ഒരാഴ്ച കടന്നു. അപ്പോൾ ഈ 2 ആഴ്ച കൊണ്ടൊന്നും ED ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുക്കില്ല. അവർ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ഇത് കുറച്ച് ദിവസം കൊണ്ട് ഇത് പരിശോധിച്ച് ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയാണ് അവർ ഈ കണക്ക് ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നത്, കണക്കുമായിട്ട് ഓഫീസിലെത്താൻ ഇവരോട് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എമ്പുരാനെ സംബന്ധിച്ച നടപടികൾ ഇപ്പോൾ ED എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ മാത്രമേ അതിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ അടക്കമുള്ളത് ഫയൽ ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് 200 കോടി 300 കോടി ക്ലബ് എന്നൊക്കെ ഇവർ അവകാശപ്പെടും. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ ഇൻകം ടാക്സിൽ അവർ ഹാജരാക്കും, സമർപ്പിക്കും. ആ കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ED മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എമ്പുരാനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു നടപടിക്രമങ്ങളല്ല ഇത്. ഫെമയും PMLAയും അതുപോലെ തന്നെ ഈ വിദേശത്തു നിന്ന് നിക്ഷേപമായി കിട്ടിയ തുകയുടെ കാര്യങ്ങളുമൊക്കെ വച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. അത് 2019 ആരംഭിച്ചതാണ്, അത് ഇന്നലെ തുടങ്ങിയതല്ല. അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.